ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിന്ദുസ് കണ്ണൂർ കിച്ചൺ. ഓണമൊക്കെ വരികയല്ലേ, നമുക്കൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയാലോ. ഇപ്പോൾ ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് വെള്ളരിക്ക വെച്ചിട്ടുള്ള സാമ്പാറാണ്. വെള്ളരിക്ക മാത്രമാണ് ഉപയോഗിക്കുന്നത്, മറ്റുള്ള പച്ചക്കറികളൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. വെള്ളരിക്ക മാത്രമാണ് ഇട്ടുള്ളത്. അപ്പോൾ ഒരു 500 ഗ്രാം വെള്ളരിക്ക ഞാൻ എടുക്കുന്നുണ്ട്. ഒരു വലിയ വെള്ളരിക്കകത്ത് നിന്ന് പകുതി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് 1 കിലോയും വെയിറ്റുള്ള ഒരു വെള്ളരിക്കയാണ്. അതിൻ്റെ അകത്ത് നിന്ന് പകുതിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തോല് കളയുന്നില്ല, തോലൊന്നും കളയാതെ മുറിച്ച് പിന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. തോല് കളയുന്നില്ല, തോലോടെയാണ് ഇടുന്നത്. ഇനി ഈ വെള്ളരിക്കൻ്റെ നടുവിലുള്ള കുരുവൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ വെള്ളരിക്ക മാത്രം കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചോറിന് മാത്രമല്ല, നമുക്ക് മറ്റുള്ള ഇഡ്ഡലിക്കും ഒക്കെ ഇങ്ങനെ തന്നെ സാമ്പാർ ഉണ്ടാക്കാം. ഇഡ്ഡലിക്കൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് വലുപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. നമ്മൾ പിന്നെ കറിക്കുന്ന അരിയുന്നത് വളരെ ചെറുതായിട്ടല്ല, കുറച്ച് വലിപ്പം, കുറച്ച് നല്ല ഒരു പീസ് ഇത്രയും വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള മുഴുവൻ വെള്ളരിക്ക ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. വെള്ളരിക്ക ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻറ്റ് 2 ഉള്ളി, അതായത് 2 തക്കാളി, 3 പച്ചമുളക്, 8 അല്ലിയോളം വെളുത്തുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല പൊടിയായി അരിയുന്നില്ല. പിന്നെ 1/2 കിലോളം പരിപ്പ്, തുവരപ്പരിപ്പ്, നമ്മൾ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് സാമ്പാർ പരിപ്പ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെള്ളരിക്ക ഇട്ട് കൊടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അതായത് തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഉള്ളിയും ഒക്കെ കട്ട് ചെയ്തിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് വാളം പുളി പുതുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പുതുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് വലിപ്പത്തിലുള്ള വാളം പുളി അതിൻ്റെ വെള്ളവും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. 3/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, വറുത്ത മല്ലിപ്പൊടിയാണ് സാമ്പാറിനൊക്കെ വറുത്ത മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുക. വറുത്ത മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം പിന്നെ ചുവന്ന മുളക് പൊടിയുണ്ടല്ലോ, മുളക് പൊടിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത്, മുഴുവൻ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് ആ കഷ്ണങ്ങളെല്ലാം പിടിക്കാനുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായത്തിൻ്റെ കട്ടയുണ്ടെങ്കിൽ ഒരു പീസ് കായ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ കട്ടക്കായ ഉണ്ടായിട്ടില്ല. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ ഇതിങ്ങനെ നല്ലൊന്നും ഇളക്കി കൊടുക്കണം. കുക്കർ അടച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിത് 2 വിസിൽ വരുന്നത് വരെ വേവിച്ച് കൊടുക്കാം. 2 വിസിലിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു സാമ്പാർ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. കഷ്ണങ്ങളെല്ലാം ഒരുമിച്ചിട്ട് നമുക്ക് വേവിക്കേണ്ട പ്രശ്നമല്ലേ ഉള്ളൂ. എല്ലാത്തിനും പ്രത്യേക വേവൊന്നുമില്ല. അപ്പോൾ 2 വിസിൽ വന്നു കഴിഞ്ഞു. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ഇവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഞാനിത് വറുത്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പം ഇത് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഈവണായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് മിക്സിയിൽ ഒന്ന് ചതച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ വറുത്ത് കിട്ടുകയും ചെയ്യും. എല്ലാം ഒരുപോലെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും തേങ്ങ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സിയിലൊന്ന് കറക്കി കൊടുക്കുന്നത്. ഇനി ഇതൊരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാൻ ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്ത തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ചൊന്ന് ചൂടായതിന് ശേഷം ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്തെല്ലാം നോക്കാം. നമുക്ക് കുറച്ച് ഉലുവയും, അതായത് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ, അതുപോലെ തന്നെ ജീരകമില്ല, നമ്മൾ നല്ല ജീരകം, പെരിഞ്ജീരകമല്ല നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. അതുപോലെ പിന്നെ കുരുമുളകും, കുറച്ച് കറിവേപ്പിലയും, 2 വറ്റൽമുളകും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. തേങ്ങയും ഇതൊക്കെ ഒന്ന് നല്ലോണം ചൂടായതിന് ശേഷമാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണും അതിന് കുറച്ച് കൂടുതലായിട്ട് പുറന്നിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുക. ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പക്ഷേ നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. ഇപ്പോൾ ഇവിടെ ഈ തേങ്ങ നല്ലതുപോലെ വറന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് പാൻ ഓഫ് ചെയ്ത് കൊടുക്കുക, തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സാമ്പാർ ഇഡ്ഡലിക്കും ദോശക്കും അതുപോലെ തന്നെ ചോറിനും എല്ലാത്തിനും നല്ല കോമ്പിനേഷനായ ഒരു സാമ്പാറാണ്.
അതിനുശേഷം കുറച്ച് ആ പാനിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കണം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ തണുത്തിട്ടുണ്ട്, ഞാൻ മിക്സി ജാറിൽ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മിക്സി ജാറിൻ്റെ ചെറിയ ജാറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, മിക്സീൻ്റെ ചെറിയ ജാറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വെളിച്ചെണ്ണ തെളിഞ്ഞിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നല്ല ലിക്വിഡായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിൽ പോയി കഴിഞ്ഞാൽ നോക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി അത് തുറന്നതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളരിക്കൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നൊന്നെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ അതായത് ഇപ്പം ഈ ഒരു കളറിൽ അരച്ചിട്ട് നമ്മൾ സാമ്പാർ ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാർ നല്ല കളർ ഉണ്ടാവും. അതേസമയം ഇതിനകത്ത് ഈ തേങ്ങനകത്ത് നമ്മൾ വെള്ളം ചേർത്ത് അരക്കുകയാണെങ്കിൽ ഈ പിന്നെ അരവ് ഒരു വെള്ള കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് സാമ്പാറിൽ ഒഴിച്ച് കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ കളർ തന്നെ വേറൊരു വിധത്തിലാവും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയും ചെയ്യുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ തേങ്ങ അരച്ചെടുക്കുകയും ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ അത് മുഴുവനായിട്ട് അതിൻ്റെ ഇത് മാറിപ്പോകും. ഇനി ഇതിനകത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സി ജാറിൽ ആ തേങ്ങേൻ്റെ എല്ലാം അംശം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് അരഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് പുളിയൊക്കെ കറക്റ്റാണ് നോക്കണം. പുളിയും ഉപ്പും എരിവൊക്കെ കറക്റ്റാണ്, സാമ്പാർ പൊടിയുടെ അളവൊക്കെ കറക്റ്റാണ് നോക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് വെള്ളരിക്ക സാമ്പാർ വെക്കുന്ന സമയത്ത് കുറച്ച് മാത്രമേ പുളി ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് വെള്ളരിക്കക്ക് ഒരു പുളിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, പുളി ടേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് മാത്രമേ പുളി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു കഷ്ണം വെല്ലത്തിൻ്റെ കഷ്ണമാണ്, അതായത് ശർക്കരൻ്റെ കഷ്ണം ഉണ്ടല്ലോ അത്. അതായത് ഈ പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി സാമ്പാറിൻ്റെ അകത്ത് ഒരു കഷ്ണം ശർക്കര ചേർക്കുന്നത് നല്ലതാണ്. ഇത് നല്ലതുപോലെ വെട്ടി ഒന്ന് തിളക്കണം. നല്ല എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം തിളച്ച് വരണം. ഇപ്പോൾ തിളച്ച് സാമ്പാർ ഓഫ് ചെയ്ത് കൊടുത്ത് ഇനി ഒരു കടായി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്ത് തളിച്ചൊഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് വറ്റൽമുളക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. വറ്റൽമുളകൊന്ന് കളർ മാറി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് കായാണ് ചേർത്ത് കൊടുക്കുന്നത്. കായത്തിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ തന്നെ സാമ്പാർ പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സാമ്പാർ പൗഡർ ഈ സമയം ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വറവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയായ പിന്നെ വെള്ളരിക്ക സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും, അതായത് ഇപ്പോൾ നമ്മൾ തുടക്കക്കാരായ ചെറിയ കുട്ടികൾക്ക്, ഒറ്റക്ക് താമസിക്കുന്ന കുട്ടികൾ, കല്യാണം കഴിഞ്ഞ് താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറിന്, അതായത് കഷ്ണമൊന്നും മുറിച്ചിട്ട് സമയം കളയേണ്ട, ഒരു വെള്ളരിക്ക മാത്രമേ വേണ്ടൂ. എന്നാലും മറ്റേ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയുണ്ട് ഇങ്ങനൊരു സാമ്പാർ ഉണ്ടായി കഴിഞ്ഞാലും. ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ റെസിപ്പി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് എൻ്റെ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.